വൈകുന്നേരം മനുവും ദേവനും പിറ്റേന്ന് രജിസ്റ്റർ ഓഫീസിൽ നടക്കുന്ന മാരേജിന്റെ ചർച്ചയിലാണ്. വൈശു അവരുടെ അടുത്തേക്ക് ഓടി വന്ന് ഇടയിൽ കയറിയിരുന്നു. എന്താടി മരപ്പോത്തെ, ഇപ്പൊ ഇങ്ങോട്ട്? ദേവൻ അവളെ നോക്കി കണ്ണുരുട്ടി. അതെന്താ മോനെ ചേട്ടാ, എനിക്കിപ്പോ ഇങ്ങോട്ട് വന്നൂടെ? അപ്പൊ ഇവിടെ എന്തോ സീക്രട്ട് നടക്കുന്നുണ്ടല്ലോ. എന്തോ ഒരവിഞ്ഞ മണം, പ്രേമത്തിൻ്റെയാ? ദേ പെണ്ണെ, കൊച്ചുവായിൽ വലിയ വർത്താനം വേണ്ട. ദേവൻ അവളുടെ ചെവിയിൽ പിടിച്ചു. ഓ പിന്നെ, ഞാനിപ്പോ 10th അത് മറക്കണ്ട. ലവും അഫെക്ഷനും ഒക്കെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ എനിക്കും 1-2 പ്രപ്പോസലൊക്കെ വന്നിട്ടുണ്ട്. ഇടി, ആരടി? ദേവൻ കണ്ണുരുട്ടി. അയ്യടാ, ചേട്ടൻ ഒരു പെണ്ണിന്റെ പിറകെ നടന്ന് വളച്ചു. അത് തന്നെ എൻ്റെ അടുത്തൊരുത്തം കാണിച്ച അതാരാണെന്ന് അറിയണം അല്ലേ? ദേവൻ ഒന്ന് ചമ്മി. മനു അവളുടെ കുറുമ്പും തഞ്ഞ സംസാരം നോക്കിയിരിക്കുകയാണ്. അങ്കിള് കേട്ടോ, വൈശാലി എന്ന ഈ വൈശു പ്രേമിച്ചേ കെട്ടു. അത് എൻ്റെ തന്തപ്പടിയോടുള്ള റിവഞ്ചാ. എടി, അവൾ ദേവനെ നോക്കി. പറഞ്ഞു തീർക്കട്ടെ ചേട്ടാ, തൂക്കിൽ കയറി വെടിവെക്കാതെ. ആ എന്നാ പറഞ്ഞു തൊലയ്ക്ക്. ദേവൻ കൃത്രിമ ദേഷ്യം കാണിച്ചു. അതെ അങ്കിൾ, നമ്മുടെ ദുൽഖർ പറയില്ലേ സ്പാർക്കിനെ പറ്റി, അതുപോലെ എനിക്ക് ഒറ്റ നോട്ടത്തിൽ സ്പാർക്ക് വരുന്ന ഒരെണ്ണത്തിനെ ഞാൻ അങ്ങോട്ട് കയറി അങ്ങ് പ്രേമിക്കും. എന്നിട്ട് അവനോട് പറയും, എന്നെ തിരിച്ചു പ്രേമിച്ചില്ലെങ്കിൽ എൻ്റെ മസിൽമാൻ ചേട്ടനെ വിട്ട് തല്ലിക്കുമെന്ന്. എടി കുരുപ്പേ, ഈ മസിൽ കാണുമ്പോഴേ അവൻ എന്നെ പ്രേമിച്ചോളും. വൈശു വാ പൊത്തി ചിരിച്ചു. എടി കുറുമ്പി, നീയാള് കൊള്ളാലോ. അങ്കിളെ, എനിക്ക് ഈ പ്രേമത്തിനോട് അത്ര താല്പര്യമൊന്നുമില്ല. അങ്കിളിൻ്റെ പാസ്റ്റ് കേട്ടപ്പോൾ അതത്ര സുഖമുള്ള കാര്യമായി തോന്നിയില്ല. പക്ഷേ എൻ്റെ തീരുമാനം ഞാൻ മാറ്റിയത് ഞങ്ങളുടെ പട്ടാളത്തെ ഒരു പാഠം പഠിപ്പിക്കാനാ. നോക്കട്ടെ പട്ടാളം നന്നാവൂന്ന്. അല്ല പിന്നെ, അല്ലേ അങ്കിളെ? അവൾ ചിരിച്ചു. അങ്കിളെ, ഇവള് വെറുതെ നമ്പർ ഇടുവാ. ഇവൾക്കേതോ കുഞ്ഞിക്കോഴി അരിമണി വിതറിയിട്ടുണ്ട്. അതിലോട്ട് ചായാൻ ഇവൾക്കൊരു മോഹമുണ്ട് കേട്ടോ. അതിനാണ് ഇപ്പോ ഇവിടെ ഇങ്ങനെ ഒരു ഡ്രാമ. അയ്യോടാ, ആ അരിമണി വിതറിയ കുഞ്ഞിക്കോഴിയുടെ ചെവിക്ക് ഞാൻ പിടിച്ചു. സ്വന്തം പേരെഴുതാൻ പഠിച്ചിട്ട് മതി ലെറ്റർ എഴുതുന്നത് എന്ന് പറഞ്ഞ് തലയ്ക്കൊരു കൊട്ടും കൊടുത്താ ഞാൻ വിട്ടത്. എനിക്ക് കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആളെയാ വേണ്ടത്. ഇതിപ്പോ എൻ്റെ പ്രായമാണ്. പിന്നെ ഞാനെങ്ങനാ സ്നേഹത്തോടെ ചേട്ടാന്ന് വിളിക്കുക? ഞാനിപ്പോ ഒരു ഡിഗ്രി ലെവൽ ചേട്ടായിസിനെയാ എയിം ചെയ്യുന്നത്. അവൾ കോളർ പൊക്കി പറഞ്ഞതും ദേവൻ അവളുടെ ചെവിക്ക് പിടിച്ച് തിരിച്ചു. എടി കാട്ടുകോഴി, നീയാള് കൊള്ളാലോ. മുട്ടേന്ന് വിരിഞ്ഞില്ല. അയ്യോ വിട് ചേട്ടാ, ഇപ്പോഴേ പ്രേമിക്കാനല്ല, നോക്കി പഠിച്ചു വെച്ച സമയമാകുമ്പോ കൊളുത്താലോ. നിന്നെ ഇന്ന് ഞാൻ. അവൻ കൈയെടുത്ത് അടിക്കാൻ ഓങ്ങിയതും അവൾ ഉരുണ്ട് പിരണ്ടോടിക്കഴിഞ്ഞു. അവൾ മിടുക്കിയാണ് ദേവ. നിന്റെ അച്ഛനെ നേരെയാക്കുന്നത് അവളായിരിക്കും, നോക്കിക്കോ. മനു പറഞ്ഞുകൊണ്ട് ബെഡിലേക്ക് മറിഞ്ഞു. അയാളുടെ മനസ്സിൽ ദേവന്റെ കുട്ടിക്കാലം കടന്നു വന്നു. അങ്കിളെ, എന്താ ചിന്തിക്കുന്നേ? അവൻ അയാളുടെ നെഞ്ചിൽ തലവെച്ചു. എൻ്റെ ദേവൻ കല്യാണം കഴിക്കാൻ പോകുന്നു. ശരിക്കും പറഞ്ഞ അത്ഭുതം തോന്നുന്നു. എത്ര പെട്ടെന്നാ വർഷങ്ങൾ കടന്നുപോയത്. അവിടെ എന്തായി കാണുവോ ആവോ? പപ്പയുടെയും മമ്മയുടെയും അടുത്ത് ചെല്ലുമ്പോ എന്നെ മറന്നു പോവോ? അവളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കണ്ണാ. അതുപോലൊരു അച്ഛനെയും അമ്മയാ അവൾക്ക് കിട്ടിയേക്കുന്നേ. അതിനൊക്കെ ഒരു ഭാഗ്യം വേണം, അല്ലേ അങ്കിൾ? അയാളൊന്നു മൂളി.
ഞാൻ അതിലും വലിയ ഭാഗ്യവാനാ. എനിക്ക് എൻ്റെ അങ്കിളിനെ കിട്ടിയില്ലേ. അയാളെ ചുറ്റിപ്പിടിച്ച് ദേവൻ അത് പറയുമ്പോൾ അയാളുടെ ചുണ്ടിൽ സന്തോഷം നിറഞ്ഞ പുഞ്ചിരി വിരിഞ്ഞു. അതേസമയം സാറയെ കെട്ടിപ്പിടിച്ച് കിടക്കുന്ന ജെന്നി, മമ്മി, നാളെ രജിസ്റ്റർ ഓഫീസിൽ പോണം. ഒരു കല്യാണം. ആരുടെ? എൻ്റെ ഫ്രണ്ടിൻ്റെയാ. കണ്ണുകൾ അടച്ചുകൊണ്ട് അവൾ വിങ്ങുന്ന വേദനയോടെ പറഞ്ഞു. എന്താടോ, ലവ് മാരേജ് ആണല്ലേ? വീട്ടുകാർ എതിർത്തു. അപ്പോ ഒരു മുൻകരുതൽ പോലെ രജിസ്റ്റർ ചെയ്ത് വയ്ക്കുക അല്ലേ? അവൾ പറഞ്ഞത് കേട്ട മാനുവൽ ചോദിച്ചു. അവളൊന്ന് മൂളി. അത് നന്നായി. ഇപ്പോൾ ഉള്ള കുട്ടികൾ സ്ട്രോങ് ആണ്. അല്ലാതെ പണ്ടത്തെ പിള്ളേരെ പോലെ ഒളിച്ചും പാത്തും പ്രേമിച്ചിട്ട് വീട്ടുകാർ പറയുന്നവരെ വിവാഹം ചെയ്തു പോകില്ല. എന്നിട്ടോ ഉള്ളിൽ നീറിക്കൊണ്ടിരിക്കും. ഇതിപ്പോ അത് വേണ്ടല്ലോ. സമയമാവുമ്പോ വീട്ടുകാരെ അറിയിച്ച് ഗ്രാൻഡായി നടത്താം. മോളെ ജെന്നി, പയ്യൻ നല്ലവനാണോ? അതെ പപ്പ, നല്ല ആളാ. പക്ഷേ. എന്താടാ ഒരു പക്ഷേ? ആള് ഹിന്ദുവാ. അപ്പൊ പെൺകുട്ടി? അവൾ ക്രിസ്ത്യനാണ്. ഈശോയെ, ഇത് പൊല്ലാപ്പാവോ? ഏയ്, എന്ത് പൊല്ലാപ്പ്? കുട്ടികൾക്ക് പരസ്പരം ഇഷ്ടമാണ്. പിന്നെ എന്ത് ഹിന്ദു, എന്ത് ക്രിസ്ത്യൻ? അല്ലിച്ചായ, വീട്ടിലറിയുന്ന നിമിഷം. ഓ, അതൊക്കെ അവർ അഡ്ജസ്റ്റ് ചെയ്തോളും. എൻ്റെ അഭിപ്രായം ആ കുട്ടികൾ ചെയ്യുന്നതാ ശരി. ന്യായം അവരുടെ ഭാഗത്താ. ജാതിയും മതവും നിറവും നോക്കിയല്ലല്ലോ മനസ്സിൽ സ്നേഹം ഉണ്ടാകുന്നത്. അപ്പോ എന്തിൻ്റെ പേരിലും സ്നേഹിച്ചവർ തമ്മിൽ പിരിയാതിരിക്കുക, അതല്ലേ വേണ്ടത്. അവസാന ശ്വാസം വരെ ഒന്നിച്ച് സുഖവും സന്തോഷവും ദുഃഖവും എല്ലാം ഷെയർ ചെയ്ത് ജീവിച്ചാൽ മാത്രം മതി. മാനുവൽ പറഞ്ഞത് കേട്ട് ജെന്നി അയാളെ നോക്കി. അങ്ങനെ തന്നെ ആയിരിക്കും പപ്പ. എൻ്റെ മോൾക്ക് അത്ര ഉറപ്പുണ്ടെങ്കിൽ അത് സത്യമായിരിക്കും. മോള് പോയി കിടന്നോ, രാവിലെ എണീക്കണ്ടേ? ആ. അവൾ സാറയ്ക്കും മാനുവലിനും ഉമ്മയും കൊടുത്ത് എണീറ്റ് റൂമിലേക്ക് നടന്നു. അവൾ പോയതും മാനുവൽ സാറയെ നോക്കി. എന്താണ് ഭാര്യയെ ഒരാലോചന? നമ്മുടെ ജെന്നിയാണ് ഇങ്ങനെ ചെയ്തെങ്കിൽ ഇച്ചായൻ സപ്പോർട്ട് ചെയ്യുമോ? തീർച്ചയായും. അവൾക്കറിയാം അവളുടെ ജീവിതം എങ്ങനെ വേണമെന്നും ആരുടെ കൂടെ ജീവിക്കണമെന്നും. അവൾക്കിഷ്ടമില്ലാത്ത ഒന്നും ഞാൻ നിർബന്ധം പിടിക്കാത്തത് അതുകൊണ്ടാ. പിന്നെ ഭാര്യയെ എനിക്ക്. മാനുവൽ സാറയെ ചുറ്റിപ്പിടിച്ചു. ഇച്ചായ, ഞാൻ നമ്മുടെ ഫസ്റ്റ് നൈറ്റ് ഓർത്തുപോയി. ഈ ഇച്ചായൻ്റെ ഒരു കാര്യം. അയാളുടെ കൈ കുസൃതി കാട്ടിയതും സാറ ഉറക്കെ ചിരിച്ചു. റൂമിലെത്തിയ ജെന്നിക്ക് കുറ്റബോധം കൊണ്ട് ഉറങ്ങാൻ സാധിച്ചില്ല. സ്നേഹനിധിയായ പപ്പയെയും മമ്മിയെയും ചതിക്കാൻ അവൾക്കൊട്ടും മനസ്സ് വരുന്നില്ല. എന്നാൽ ദേവന്റെ അച്ഛനായ വിഷ്ണുവർദ്ധന്റെ മുഖം മനസ്സിൽ തെളിഞ്ഞു വന്നതും ദേവനെ നഷ്ടമാകുമോ എന്ന ഭയം അവൾക്ക് തോന്നിത്തുടങ്ങി. സോഫിയ പറഞ്ഞ അന്നയുടെയും ശങ്കറിൻ്റെയും ജീവിതം കൂടി മനസ്സിൽ വന്നതോടെ അവൾക്ക് ശ്വാസം മുട്ടുന്ന ഫീൽ തോന്നി. അവൾ വേഗം ഫോണെടുത്ത് ദേവനെ വിളിച്ചു. ഒറ്ററിങ്ങിൽ ഫോണെടുത്ത് അവൻ വെപ്രാളത്തോടെ ചോദിച്ചു, നാളത്തെ ചടങ്ങിന് മാറ്റമില്ലല്ലോ അല്ലേ? ഇല്ല, അവൾ പതിയെ പറഞ്ഞു. അപ്പോഴാണ് അവൻ്റെ ശ്വാസം നേരെയായത്. പിന്നെ അവർ പരസ്പരം കുറേ സംസാരിച്ചു. ജെന്നിയുടെ മറുപടി കേൾക്കാതെയായതും പുഞ്ചിരിയോടെ അവൻ ഫോൺ കട്ടാക്കി. പുഞ്ചിരിയോടെ തന്നെ മനുവിനെ കെട്ടിപ്പിടിച്ച് കിടന്നു. മോളെ ജെന്നി. രാവിലെ സാറയുടെ വിളിയാണ് അവളെ ഉണർത്തിയത്. എണീക്ക് മോളെ, ഇന്ന് കല്യാണമല്ലേ? അവൾ ഞെട്ടലോടെ പിടഞ്ഞെണീറ്റു. അത് മമ്മി. നീ എന്താ പെണ്ണെ കുന്തം വിഴുങ്ങിയ പോലെ? വേഗം എണീറ്റ് കുളിച്ചു വാ. ദേ, തല നനച്ചോ. നിന്റെ സ്ഥിരം പരിപാടി ഇന്ന് വേണ്ട കേട്ടല്ലോ. നല്ലൊരു ചടങ്ങിന് പോകുമ്പോൾ വൃത്തിയായി പോണം. മോള് കുളിച്ചു വാ. മമ്മി ഇന്ന്
മോളെ ഒരുക്കി സുന്ദരി കുട്ടിയാക്കി വിടാം. പിന്നെ മോൾക്ക് മമ്മി ഒരു സർപ്രൈസ് ഒരുക്കിയിട്ടുണ്ട്. അവൾ തികട്ടി വന്ന കരച്ചിൽ അടക്കി പിടിച്ചു. വെറുതെ തലയാട്ടി ബാത്റൂമിൽ കയറി ഷവർ ഓൺ ചെയ്ത് പൊട്ടിക്കരഞ്ഞു. നേരം കുറേയായിട്ടും അവളെ കാണാതെ സാറ ഡോറിൽ മുട്ടി. ഇതെന്താ ജെന്നി ഇത്രയും താമസം? വന്നേ, ഒരുങ്ങാൻ സമയം കിട്ടില്ല. സാറ ധൃതി പിടിച്ചു. ജെന്നി കുളിച്ചിറങ്ങി. ആഹാ, ഇന്ന് കുറെ കൂടി വെളുത്തു. നന്നായി തേച്ച് കുളിച്ചു അല്ലേ? അവർ ചിരിയോടെ അവളുടെ കയ്യിൽ പിടിച്ചു. ബോഡി ലോഷൻ പുരട്ടിയോ? ജെന്നി തലയാട്ടി. എന്നാ വാ. ബെഡിൽ വച്ചിരുന്ന അണ്ടർസ്കർട്ടും ബ്ലൗസും എടുത്തുകൊണ്ട് സാറ തിരിഞ്ഞതും അമ്പരന്ന് നിൽക്കുന്ന ജെന്നിയെ നോക്കി ചിരിച്ചു. എൻ്റെ മോൾ ഇന്ന് വരെ സാരി ഉടുത്തിട്ടില്ലല്ലോ. ഇന്ന് മമ്മിക്കൊരാഗ്രഹം. ദേ, ഇത് ഞാൻ നിനക്ക് വേണ്ടി സ്റ്റിച്ച് ചെയ്യിച്ചതാ. നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. വാ മോളെ. അമ്പരന്ന് നിന്ന ജെന്നിയെ സാരി ഉടുപ്പിക്കുമ്പോൾ സാറയുടെ കണ്ണുകളിൽ തിളക്കവും ചുണ്ടിൽ നിറഞ്ഞ പുഞ്ചിരിയുമായിരുന്നു. അവളെ മിററിന് മുന്നിലിരുത്തി മുടിയിൽ മുല്ലപ്പൂമാല ചൂടിക്കൊടുത്തു. അടിപൊളി. സാറ വിരൽ കൊണ്ട് കാട്ടി. ജെന്നിക്കൊന്ന് അലറി കരയാൻ തോന്നി. ഒരു നെക്ലസും വലിയൊരു മാലയും കയ്യിൽ 2 വളകളും അണിഞ്ഞുകൊടുത്ത സാറ വലിയ ഒരു ജിമിക്ക് കൂടി അവളെ അണിയിച്ചു. എണീറ്റേ, നോക്കട്ടെ. എണീറ്റ് നിന്ന അവളെ ഇടുപ്പിൽ കൈകുത്തി നിന്ന് ഒന്നൊഴിഞ്ഞു. പെർഫെക്റ്റ്. ജെന്നിയുടെ കണ്ണുകൾ നിറയുന്നത് കണ്ട് സാറയുടെ മുഖം ചുളിഞ്ഞു. മമ്മി. ജെന്നി പെട്ടെന്ന് അവരെ കെട്ടിപ്പിടിച്ചു. എന്താടാ, സാധാരണ ഇങ്ങനെയുള്ള സില്ലി കാര്യങ്ങളിൽ ഇമോഷണൽ ആകാറില്ലല്ലോ. ഇന്നിപ്പോ എന്താ എൻ്റെ ചട്ടമ്പിക്ക് പറ്റിയത്? അവളുടെ കണ്ണീർ നനവ് അവരുടെ കണ്ണിലേക്കും പടർന്നു. ജെന്നി ഉള്ളുകൊണ്ട് സാറയോട് 1000 മാപ്പിരന്നു. അവരുടെ കവിളിൽ സ്നേഹത്തോടെ ഉമ്മയും നൽകി. അവൾ അവരുടെ മുഖം കയ്യിലെടുത്തു. ഒന്നുമില്ല മമ്മി, എനിക്ക് ഇത്രയും ഭംഗി ഉണ്ടായിരുന്നല്ലേ. പിന്നെ എൻ്റെ ചട്ടമ്പി സുന്ദരി കുട്ടിയല്ലേ, ആരുടെയും കണ്ണ് തട്ടാതിരിക്കട്ടെ. സാറ അവളുടെ മുഖത്തെ കുഴിഞ്ഞുകൊണ്ട് നെറ്റിയിൽ വിരൽ അമർത്തി ഞൊട്ട വിട്ടു. വാ, ഇറങ്ങിക്കോ, സമയം പോകുന്നു. ദേ, ഈ ഹാൻഡ് ബാഗ് കൂടി എടുത്തോ. ഇതിൻ്റെ കൂടെ ഇതാണ് മാച്ച് ആവുക. സ്റ്റോൺ വർക്ക് ചെയ്ത ഭംഗിയുള്ളൊരു ബാഗ് എടുത്ത് നൽകിക്കൊണ്ട് സാറ പറഞ്ഞു. മമ്മി ചെന്നോളൂ, ഞാനിപ്പോൾ വരാം. സാറ പോയതും അവൾ ബാഗിലേക്ക് ID പ്രൂഫ് ഒക്കെ എടുത്തു വെച്ചു. സ്റ്റെപ്പുകൾ ഇറങ്ങുമ്പോൾ അവളുടെ ഹൃദയമിടിപ്പിൻ്റെ വേഗത കൂടി. ആഹാ, നിന്റെ മമ്മി വന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇത്രയും കരുതിയില്ല. ഇപ്പം മോളെ കണ്ട അലക്സി പിന്നെ ഒരു നിമിഷം അവിടെ നിൽക്കില്ല. അടുത്ത ഫ്ലൈറ്റ് പിടിച്ച് വന്ന് നിന്നെ കെട്ടിക്കൊണ്ട് തിരികെ പറക്കും. മാനുവൽ പറഞ്ഞുകൊണ്ട് ചിരിച്ചു. ജെന്നിയുടെ മുഖത്തേക്ക് വേദന ഇരച്ചു കയറി. ഒന്ന് ചുമ്മാതിരിച്ചായ, എൻ്റെ കുഞ്ഞിനെ വിഷമിപ്പിച്ചു. ഒന്നാമത് മോൾക്ക് നമ്മളെ പിരിയുമല്ലോ എന്ന വിഷമമാണ്. കൂടെ കൂടെ അതിങ്ങനെ ഓർമ്മിപ്പിക്കണ്ട കേട്ടോ. ആണോടാ? അയാൾ അവളെ ചേർത്ത് പിടിച്ചു. മോളെ, പെൺകുട്ടികൾ എന്നായാലും മറ്റൊരു കുടുംബത്തിൽ കഴിയാൻ വിധിക്കപ്പെട്ടവരാ. അതിന് ഇപ്പം എൻ്റെ മോള് വിഷമിക്കണ്ട കേട്ടോ. അലക്സി നല്ലവനാ. ഒരിക്കലും എൻ്റെ മോളെ അവൻ വേദനിപ്പിക്കില്ല. ഞങ്ങളിൽ നിന്നും വേർപെടുത്തി കൊണ്ടുപോവുകയില്ല. എൻ്റെ മോള് സന്തോഷത്തോടെ പോയി കല്യാണം കൂടിയിട്ട് വാ. ഇതിൽ പപ്പയുടെ വല്ല ഹെൽപ്പും വേണമെങ്കിൽ ചോദിക്കാൻ മടിക്കണ്ട കേട്ടോ. വീട്ടുകാരുമായി ചർച്ചയ്ക്കോ മറ്റോ. ആ, ബെസ്റ്റ്. എന്നിട്ട് വേണം ആ പിള്ളേർ പെരുവഴിയാകാൻ. സാറ കുത്തി പറഞ്ഞതും മാനുവൽ തിരിഞ്ഞു നോക്കി കണ്ണുരുട്ടി. സാറ ഇളിച്ചു കാണിച്ചു. മോള് ചെല്ല്. അവരോടെല്ലാം തുറന്നു പറയാൻ അവളുടെ ഉള്ളു വെമ്പി. അവൾ രണ്ടും കൽപ്പിച്ച് പറയാൻ തന്നെ തീരുമാനിച്ചു. പപ്പ. പെട്ടെന്ന് അവളുടെ ഫോൺ റിങ് ചെയ്തു. അവൾ ഞെട്ടി. പിന്നെ ഫോൺ എടുത്തു. ദേവേട്ടൻ. അവളുടെ ചുണ്ടുമൊഴിഞ്ഞു.
ഫോൺ കാതോട് ചേർത്തു. ജെന്നി, ഇറങ്ങിയോ? ഇല്ല, ഇറങ്ങാൻ തുടങ്ങുക. നിനക്ക് മമ്മിയുടെയും പപ്പയുടെയും അനുഗ്രഹം വാങ്ങാൻ കഴിഞ്ഞോ? ഇല്ല. അവളുടെ സ്വരമിടറി. എന്നാൽ എങ്ങനെയും അനുഗ്രഹം വാങ്ങിച്ചിട്ട് വേഗം വാ. ഞാൻ നിന്നെയും കാത്ത് ഇവിടെ തീയിലെന്ന പോലെ നിൽക്കുക ജെന്നി. എൻ്റെ ഈ ടെൻഷൻ മാറണമെങ്കിൽ നിന്നെ എനിക്ക് കാണണം, നിന്നോടൊന്ന് മിണ്ടണം, നിന്നെ ഒന്ന് നെഞ്ചോട് ചേർക്കണം. വേഗം വാ മോളെ. അവൻ്റെ സ്വരം വിറച്ചുപോയി. അവളുടെ ഉള്ളൊന്ന് തുളുമ്പി. വരാം, വേഗം വരാം. അവൾ ഫോൺ തിരികെ വെച്ച് അവരെ നോക്കി. പിന്നെ കയ്യിലിരുന്ന കീ നിലത്തേക്കിട്ടു. വീണത് കറക്റ്റ് അല്ലാത്തോണ്ട് കാലുകൊണ്ടൊന്ന് തട്ടിവിട്ടു. പിന്നെ അതെടുക്കും പോലെ ഒന്ന് കുനിഞ്ഞു. അവരുടെ കാലുകളിൽ തൊട്ട് മനസ്സുകൊണ്ട് 1000 മാപ്പ് പറഞ്ഞു. പിന്നെ നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് കീ എടുത്ത് എണീറ്റ് അവരെ നോക്കാതെ പുറത്തേക്കിറങ്ങി നടന്നു. അവർ പരസ്പരം നോക്കി കണ്ണു ചുരുക്കി. സമയമായിട്ടുണ്ടാകും, അതാ, സാറ പറഞ്ഞു. അയാളൊന്ന് മൂളി. സ്കൂട്ടിയിൽ കയറി സ്പീഡിൽ പോകുന്നവളെ ഓടി വന്ന് പിന്നിൽ നിന്നും നോക്കി നിൽക്കുകയാണ് സാറ. എടോ ഭാര്യയെ, എനിക്ക് ഓഫീസിലൊന്ന് പോണം. ഈ ഉള്ളവൻ്റെ വയറ്റിലോട്ട് തട്ടാൻ എന്തെങ്കിലും തരുമോ? മാനുവലിൻ്റെ വിളി കേട്ട അവർ ചിരിയോടെ അകത്തേക്ക് കയറിപ്പോയി. രജിസ്റ്റർ ഓഫീസ്. വളപ്പിലേക്ക് കയറി സ്കൂട്ടി പാർക്ക് ചെയ്ത് ഇറങ്ങാൻ തുടങ്ങുന്ന ജെന്നിയെ കണ്ടുകൊണ്ട് ദേവൻ ഓടി അവളുടെ അടുത്തെത്തി. തിരിഞ്ഞ് അവളെ കണ്ട് അവൻ്റെ മുഖം വിടർന്നു. അവൻ്റെ കണ്ണുകളിലെ തിളക്കം അവളെ സന്തോഷിപ്പിച്ചു. ജെന്നി. ദേവൻ പൊടുന്നനെ അവളെ കെട്ടിപ്പിടിച്ചു. ഐ ലവ് യു. എന്ത് ഭംഗിയാ എൻ്റെ പെണ്ണിനെ കാണാൻ. മമ്മിയാണോ ഒരുക്കിയത്? അവൾ അങ്ങനെ തന്നെ നിന്നു മൂളി. അതിൽ നിറഞ്ഞു നിന്ന വേദന അവൻ തൊട്ടറിഞ്ഞു. സാരമില്ലടാ, വിഷമിക്കണ്ട കേട്ടോ. എൻ്റെ അച്ഛനെന്ന ഒരാളെ മാത്രം നമ്മൾ ഓർത്താൽ മതി. നിന്റെ പപ്പയും മമ്മിയും പാവമാണ്. അവർക്ക് നമ്മളെ മനസ്സിലാകും. പക്ഷേ അതുപോലല്ല അച്ഛൻ. അറിയാലോ നമ്മൾ ഇന്നിതിന് മുതിരുന്നത് എന്തുകൊണ്ടാണെന്ന്. വിഷമിച്ചും വേദനിച്ചുമല്ല നമ്മൾ ഒന്നാകേണ്ടത്. ഉള്ളിൽ നിറഞ്ഞ സന്തോഷം, പ്രണയം, അതാണ് നമ്മുടെ കൂടിച്ചേരൽ. അവൻ അവളുടെ കവളിൽ ഉമ്മ വെച്ചു. ഡാ മോനെ, ഇപ്പോഴേ നീ ഇങ്ങനെയാണേ ഈ കെട്ടൊന്ന് കഴിഞ്ഞാൽ കുറച്ച് വിഷമിക്കുമല്ലോ. പിന്നെ മനുവിൻ്റെ ശബ്ദം കേട്ട് അവൻ ചമ്മലോടെ അകന്നു മാറി. നിറഞ്ഞ കണ്ണുകളോടെ ജെന്നി അയാളെ നോക്കി ചിരിച്ചു. എന്തിനാ മോളെ വിഷമിക്കുന്നേ? ഇത് നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി എടുത്ത തീരുമാനമല്ലേ? അവൾ തലയാട്ടി. ഇതിപ്പോൾ ചെയ്തില്ലെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ പിരിയേണ്ട വരും മോളെ. മനസ്സിലായി അങ്കിൾ. പിന്നെ പപ്പയും മമ്മിയും ഓർക്കുമ്പോൾ ഉള്ളൊന്ന് പിടയ്ക്കും, അതാ. അയാൾ അവളെ ചേർത്ത് പിടിച്ചു. അറിയാം മോളുടെ മനസ്സ്. പക്ഷേ ഈ വേദന സഹിച്ചേ പറ്റൂ. മോൻ്റെയോ മോളുടെയോ ഫ്രണ്ട്സ് പോലും അറിയാതെ ഇന്നീ ചടങ്ങ് നടത്താൻ തീരുമാനിച്ചത് അത്രമേൽ ടെൻഷൻ കൊണ്ടാ. മുടക്കം കൂടാതെ ഇതൊന്നും നടന്നു കിട്ടിയാ നമ്മൾ ജയിച്ചു. പിന്നെ ആർക്കും നിങ്ങളെ വേർപിരിക്കാൻ കഴിയില്ല. മോള് വാടാ കണ്ണ. രണ്ടുപേരെയും ചേർത്ത് പിടിച്ച് ആ മനുഷ്യൻ മുടന്തി മുടന്തി അകത്തേക്ക് നടന്നു. ആ നിമിഷം ആളുടെ നെഞ്ചിൽ പറഞ്ഞ് അറിയിക്കാൻ കഴിയാത്തൊരുതരം വെപ്രാളമായിരുന്നു. എന്തോ സംഭവിക്കാൻ പോകുന്നുവെന്ന് ഹൃദയം മുന്നറിയിപ്പ് കൊടുക്കും പോലെ. ഈ വിവരം അളിയൻ അറിഞ്ഞിട്ട് പ്രശ്നമാകുമോ എന്നയാൾ ഭയന്നു. അയാളുടെ നെറ്റിയിൽ വിയർപ്പ് പൊടിഞ്ഞു. അയാൾ അകത്തേക്ക് കയറി. സാക്ഷികൾ എത്തിയോ? ഓഫീസറുടെ ചോദ്യം കേട്ട് മനു തലയാട്ടി. എന്നാ ചടങ്ങ് തുടങ്ങാം. അങ്കിൾ, ഒരു മിനിറ്റ്, ഞാൻ സോഫി ടീച്ചറിനെ ഒന്ന് വിളിക്കട്ടെ. ടീച്ചർ വരാമെന്ന് ഉറപ്പ് തന്നതാ. ഞങ്ങളുടെ മാരേജിന് സാക്ഷിയാകാൻ വരുമെന്ന് പറഞ്ഞിരുന്നു. ദേവൻ ഫോൺ എടുത്തു.
മോനെ കണ്ണ, വേഗം ആകട്ടടാ. എനിക്കെന്തോ നെഞ്ചിനുള്ളിൽ വല്ലാത്തൊരു ഭാരം പോലെ. ഇനിയും എന്തെങ്കിലും അരുതാത്തത് നടക്കുമോ എന്നൊരു ഭയം. അയാൾ പറഞ്ഞുപോയി. ഒന്നുമില്ല അങ്കിൾ, സമാധാനിക്കേട്ടോ. ഒന്നും ഉണ്ടാകില്ല. ഞാനല്ലേ പറയുന്നത്, ഒന്നുമില്ല. ആ ടീച്ചർ, ഞങ്ങൾ രജിസ്റ്റർ ഓഫീസിലാണ്. ടീച്ചർ എത്താറായോ? ആ ശരി. ദേവൻ ഫോൺ കട്ടാക്കി അവരെ നോക്കി. ടീച്ചർ ഇപ്പോൾ എത്തും, ഒരു 2 മിനിറ്റ്. ദേവൻ പറഞ്ഞതും ഓഫീസർ അവരുടെ ID പ്രൂഫ് വാങ്ങി ചെക്ക് ചെയ്ത് രജിസ്റ്ററിൽ എഴുതി ചേർത്തു. മുറ്റത്തൊരു കാർ വന്ന് നിൽക്കുന്നത് അവർ കേട്ടു. ടീച്ചർ വന്നു അങ്കിൾ. ആ വരട്ടെ, നിങ്ങൾ സൈൻ ചെയ്തോളൂ, മനു പറഞ്ഞു. പെൻ വാങ്ങി സൈൻ ചെയ്യാൻ തുടങ്ങുമ്പോൾ സാരി ചുറ്റി മുല്ലപ്പൂ ചൂടി സോഫിയ അകത്തേക്ക് കയറി വന്നു. ഞാൻ ലേറ്റായോ? ആ ശബ്ദം കേട്ട് ഞെട്ടി വിറച്ചുകൊണ്ട് മനു തിരിഞ്ഞു നോക്കി. അയാളുടെ കണ്ണുകൾ വിശ്വസിക്കാൻ കഴിയാതെ മിഴിഞ്ഞു വന്നു. കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഒരലർച്ച തൊണ്ടയിൽ വന്ന് തടം കെട്ടി നിന്ന്. അയാളുടെ കാലുകൾ കുഴഞ്ഞു. വീഴാതെ നിൽക്കാൻ അയാൾ മുന്നിൽ കിടന്ന ചെയറിൽ മുറുകെ പിടിച്ചു. അയാളുടെ ചെന്നിയിലൂടെ വിയർപ്പ് കുതിച്ചൊഴുകി. അയാളുടെ ശബ്ദം പുറത്തേക്ക് വരാത്തതുപോലെ. അയാൾ ശ്വാസം മുട്ടി അവരെ നോക്കി നിന്നു. ഇല്ല ടീച്ചർ, എന്നാ സൈൻ ചെയ്തോളൂ. അതിനു മുന്നേ ഒരു കാര്യമുണ്ട് ടീച്ചർ. ദേവൻ പെൻ രജിസ്റ്ററിലേക്ക് വച്ചു. ഞങ്ങളുടെ പേരൻസ് ഇവിടെ ഇല്ലാത്ത പക്ഷം നിങ്ങൾ 2 പേരും വേണം ആ സ്ഥാനത്ത് നിന്നും ഞങ്ങളെ അനുഗ്രഹിക്കാൻ. ദേവൻ പറഞ്ഞതും ജെന്നി ചിരിച്ചു. അതെ, ആരെങ്കിലും വേണ്ടേ ഞങ്ങളെ ഒന്ന് അനുഗ്രഹിക്കാൻ? അതിന് ദൈവം നിയോഗിച്ചത് നിങ്ങളെയാ. മാതാവും പിതാവും കഴിഞ്ഞ പിന്നെ ഗുരുവാണല്ലോ. അപ്പോൾ ഞങ്ങളെ അനുഗ്രഹിക്കാൻ ഞങ്ങളുടെ ഗുരു തന്നെ മതി. ജെന്നി ചിരിയോടെ പറഞ്ഞുകൊണ്ട് ദേവനെ നോക്കി. അവർ 2 പേരും സോഫിയയുടെ കാലിൽ വീണു. അവർ നിറഞ്ഞ മനസ്സോടെ അനുഗ്രഹിച്ചു. അവർ നിവർന്ന് മനുവിൻ്റെ കാലിൽ തൊട്ടു. അങ്കിൾ. അയാളുടെ പ്രതികരണമില്ലാത്തതും ദേവൻ വിളിച്ചു. സോഫി റിംഗ് ചെയ്ത ഫോണിലേക്ക് ശ്രദ്ധിച്ചതും ദേവൻ അയാളുടെ കാലിൽ ഞോണ്ടി. അങ്കിൾ, ഒന്ന് അനുഗ്രഹിക്കണേ, സമയം പോന്നു. അയാൾ ഞെട്ടലോടെ അവരെ പിടിച്ചുയർത്തി. അയാളുടെ മുഖഭാവം അവരെ അമ്പരപ്പിച്ചു. അങ്കിൾ, എന്താ അങ്കിൾ, എന്തുപറ്റി? അയാൾ ഒന്നുമില്ലെന്ന് തലവെട്ടിച്ചു. ആ എന്നാ സൈൻ ചെയ്തോളൂ. ദേവൻ രജിസ്റ്ററിൽ ഒപ്പുവെച്ചു. പെൻ ജെന്നിക്ക് നീട്ടി. അവൾ അത് വാങ്ങി മനസ്സിലേക്ക് സാറയെയും മാനുവലിനെയും കൊണ്ടുവന്നു. അവരോട് മാപ്പിരുന്നുകൊണ്ട് രജിസ്റ്ററിൽ ഒപ്പുവെച്ചു. ഇനി സാക്ഷികൾ ഒപ്പുവെച്ചോളൂ. ഓഫീസർ പറഞ്ഞതും സോഫി പെട്ടെന്ന് പെൻ വാങ്ങി സൈൻ ചെയ്തു. പെൻ വച്ചതും മനു അനങ്ങാതെ ടീച്ചറെ തന്നെ നോക്കി നിൽക്കുന്നത് കണ്ട് ദേവൻ അമ്പരന്നു. മനുശങ്കർ. ഓഫീസറുടെ നാവിൽ നിന്നും ആ പേര് കേട്ട് സോഫിയ ഒന്ന് വിറച്ചു. പെട്ടെന്ന് മുഖമുയർത്തി ദേവന്റെ അടുത്ത് നിൽക്കുന്ന ആളെ നോക്കി. അവരുടെ മുഖത്തെ ഞെട്ടൽ കൃത്യമായി മനു കണ്ടു. ഇരുവരുടെയും കണ്ണുകൾ നിറഞ്ഞു തൂകി. ശങ്കർ. അവരുടെ ശബ്ദം ഒരു നിലവിളിയായി മാറി. അന്ന. കാറ്റുപോലെ അയാളുടെ സ്വരം. ഒരു നിമിഷം ചുറ്റും നടക്കുന്നത് എന്താണെന്ന് മറന്നവർ അയാളുടെ അടുത്തേക്ക് ഓടി. ശങ്കർ. ഉറക്കെ വിളിച്ചുകൊണ്ട് അയാളുടെ നെഞ്ചിലേക്ക് വീണു. ഇവിടിപ്പോ എന്താ നടക്കുന്നത് എന്ന മട്ടിൽ നിൽക്കുകയാണ് ദേവനും ജെന്നിയും ഓഫീസിൽ മറ്റുള്ളവരും. ഓഫീസറുടെ കണ്ണ് തള്ളി ബുൾസൈ പോലെ ആയിട്ടുണ്ട്. ജെന്നിയുടെ വാ തുറന്ന മട്ടിലാണ്. ടീച്ചർ പറഞ്ഞ സ്റ്റോറിയാണ് അവളുടെ മനസ്സിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. ദേവൻ പന്തം കണ്ട പെരിച്ചാഴി പോലെയും. എന്നാ കണ്ണീരോടെ അയാളുടെ നനുത്ത സ്വരം. ശങ്കർ എവിടെയായിരുന്നു ഇത്രയും വർഷം? എന്താ ശങ്കർ എന്നെ തേടി വരാത്തത്? എന്നെ മറന്നു ശങ്കർ?
നിലവിളിയോടൊപ്പം അവരുടെ പരിഭവം കലർന്ന സ്വരം. മറക്കാനോ എൻ്റെ അന്നേ? അയാൾ അവരുടെ മുഖം കൈകളിലെടുത്ത് കണ്ണീരോടെ അവരുടെ മുഖം മുഴുവൻ ഉമ്മകൾ കൊണ്ട് മൂടി. വർഷങ്ങൾ കാത്തുവച്ച പ്രണയം. അവരുടെ ആ പ്രണയ നിമിഷം കണ്ടു നിന്നവരുടെ കണ്ണുകൾ ഈറനണിയിച്ചു.